ഇനി ടെക് ലോകത്ത് നിന്നുള്ള വാർത്തകൾ. ഓൺലൈൻ ഗെയിമിംഗ് കമ്പനികൾക്കെതിരായ 1.12 ലക്ഷം കോടി രൂപയുടെ GST ഷോക്ക് കോസ് നോട്ടീസുകൾ സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. ഈ നോട്ടീസുകൾ പ്രകാരമുള്ള എല്ലാ തുടർ നടപടികളും കേസിൽ അന്തിമ തീർപ്പ് കൽപ്പിക്കുന്നതുവരെ നിർത്തിവെക്കാനും സുപ്രീം കോടതി ഉത്തരവിട്ടു. നടപടികൾക്കെതിരായ ഓൺലൈൻ ഗെയിമിംഗ് കമ്പനികളുടെ ഹർജിയിൽ വാദം കേൾക്കാൻ സുപ്രീം കോടതി സമ്മതിച്ചു. ചില ഗെയിമിംഗ് കമ്പനികളെ പ്രതിനിധീകരിക്കുന്ന അഭിഭാഷകൻ അഭിഷേക് റസ്തോഗിയുടെ അഭിപ്രായത്തിൽ ഈ സ്റ്റേ ഗെയിമിംഗ് കമ്പനികൾക്ക് നിർബന്ധിത നടപടികളിൽ നിന്ന് ഉടനടി ആശ്വാസം നൽകുന്നു. ഒരു കൂട്ടം ഗെയിമിംഗ് കമ്പനികൾ ഉൾപ്പെടുന്ന കേസുകൾ ഏകീകരിക്കാനും അടുത്ത വാദം കേൾക്കൽ 2025 മാർച്ച് 18 ഷെഡ്യൂൾ ചെയ്യാനും സുപ്രീം കോടതി നിർദ്ദേശിച്ചു. ഓൺലൈൻ ഗെയിമിംഗ് കമ്പനികൾക്ക് 28% GST ബാധകമാക്കണമെന്നും മുഴുവൻ സമ്മാനത്തുകയ്ക്കും ഫലപ്രദമായി നികുതി ചുമത്തണമെന്നും സർക്കാർ വാദിക്കുന്നു. ഗെയിമിംഗ് കമ്പനികൾ അവരുടെ പ്ലാറ്റ്ഫോം ഫീസിലോ കമ്മീഷനുകളിലോ മാത്രമേ GST ചുമത്താവൂ എന്ന് വാദിക്കുന്നുണ്ട്. GST ആവശ്യങ്ങളുടെ വിവാദപരമായ സ്വഭാവം കണക്കിലെടുക്കുമ്പോൾ ഈ നടപടികൾ തങ്ങളുടെ പ്രവർത്തനങ്ങളെ സാരമായി ബാധിക്കുമെന്ന് കമ്പനികൾ വാദിച്ചു. സുപ്രീം കോടതിയുടെ ഇടപെടൽ ഈ ആശങ്കകൾ പരിഹരിക്കുകയും നീതിയുക്തമായ വാദം കേൾക്കൽ ഉറപ്പാക്കുകയും ചെയ്യുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പ്രൊമോട്ടർമാരിൽ നിന്ന് 1910 കോടി രൂപ സമാഹരിക്കുന്നതിന് വോഡാഫോൺ ഐഡിയ ബോർഡ് അംഗീകാരം നൽകി. ഇൻഡസ് ടവേഴ്സിന്റെ കുടിശ്ശിക തീർക്കാൻ ഈ പണം ഉപയോഗിക്കുമെന്ന് കമ്പനി. പ്രൊമോട്ടർമാരായ ഒമേഗ ടെലികോം ഹോൾഡിംഗ്സ്, ഉഷ മാർട്ടിൻ ടെലിമാറ്റിക്സ് എന്നിവയിൽ നിന്ന് പ്രിഫറൻഷ്യൽ അലോട്ട്മെന്റ് വഴി 1909.95 കോടി രൂപ സമാഹരിക്കുന്നതിന് വോഡഫോൺ ഐഡിയ അംഗീകാരം നൽകി. കമ്പനി 10 രൂപ മുഖവിലയുള്ള 1.7 ബില്യൺ ഓഹരികൾ ഓരോന്നിനും 11.28 രൂപ ഇഷ്യൂ വിലയിൽ പ്രൊമോട്ടർമാർക്ക് അനുവദിച്ചു. ജനുവരി 9 നടന്ന യോഗത്തിൽ 10 രൂപ മുഖവിലയുള്ള 1.69 ബില്യൺ ഓഹരികൾ അനുവദിച്ചതായി എക്സ്ചേഞ്ച് ഫയലിംഗിൽ പറഞ്ഞു. ഒമേഗ ടെലികോം ഹോൾഡിംഗ്സിന് 1 ബില്യണിലധികം ഓഹരികളും ഉഷ മാർട്ടിൻ ടെലിമാറ്റിക്സിന് 608.6 ദശലക്ഷം ഓഹരികളും അനുവദിച്ചു. നിലവിൽ ഒമേഗ ടെലികോം വോഡഫോൺ ഐഡിയയിൽ 0.4% ഓഹരികൾ കൈവശം വെച്ചിരിക്കുന്നു. അതേസമയം ഉഷ മാർട്ടിൻ 0.13% ഓഹരികൾ കൈവശം വെച്ചിട്ടുണ്ട്. നെറ്റ്വർക്ക് ഇൻഫ്രാസ്ട്രക്ചർ ദാതാവായ ഇൻഡസ് ടവേഴ്സിന് ഏകദേശം 6000 കോടി രൂപ കുടിശ്ശികയുള്ള വോഡഫോൺ ഐഡിയ ഫണ്ട് ശേഖരണത്തിന്റെ ഒരു ഭാഗം കൊണ്ട് കുടിശ്ശിക അടയ്ക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ബാങ്ക് വായ്പ വഴി 25,000 കോടി രൂപ സമാഹരിക്കുന്നതിനായി വോഡഫോൺ ഐഡിയ ബാങ്കുകളുമായി ചർച്ചകൾ നടത്തിവരികയാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കോയമ്പത്തൂരിൽ 2 ദശലക്ഷം ചതുരശ്ര അടി IT ഹബ്ബ് വികസിപ്പിക്കുമെന്ന് തമിഴ്നാട് സർക്കാർ. AI സാങ്കേതിക വിദ്യയ്ക്ക് ഊന്നൽ നൽകുന്ന IT ഹബ്ബ് പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെയാണ് സ്ഥാപിക്കുന്നത്. IT മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ തമിഴ്നാട് എപ്പോഴും മറ്റുള്ളവരെക്കാൾ മുന്നിലാണെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ പറഞ്ഞു. AI, ബ്ലോക്ക് ചെയിൻ, IoT, ഇലക്ട്രിക് വാഹനങ്ങൾ തുടങ്ങിയ വളർന്നുവരുന്ന സാങ്കേതിക വിദ്യകളെ ഉപയോഗപ്പെടുത്തുന്നതിൽ സംസ്ഥാന സർക്കാർ മുൻകൈയെടുക്കുന്നു. സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം ആഗോള ശേഷി കേന്ദ്രങ്ങളുടെ എണ്ണം വർദ്ധിച്ചുവരികയാണ്. ബിസിനസിനെയും സംരംഭകത്വത്തെയും പ്രോത്സാഹിപ്പിക്കുന്നതിൽ മറ്റുള്ളവരെക്കാൾ ഒരുപടി മുന്നിലാണെന്നും അദ്ദേഹം പറഞ്ഞു. യുവാക്കൾക്ക് തൊഴിലവസരം നൽകുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു. 1999 മുൻ മുഖ്യമന്ത്രി MK കരുണാനിധി ചെന്നൈയിൽ ടൈഡൽ പാർക്ക് സ്ഥാപിച്ചു. കോയമ്പത്തൂർ, സേലം, മധുരൈ, ട്രിച്ചി, ഹൊസൂർ, തിരുനെൽവേലി, തൂത്തുക്കുടി തുടങ്ങിയ ടയർ 2, ടയർ 3 നഗരങ്ങളിൽ എൽകോട്ട് ടെക്നോളജി പാർക്കുകളും മിനി ടെക്നോളജി പാർക്കുകളും സ്ഥാപിച്ചിട്ടുണ്ട്. ഇത് ഡിജിറ്റൽ യുഗമാണ്. സുരക്ഷാ ഫീച്ചറുകൾ, ഡിജിറ്റൽ സാങ്കേതിക വിദ്യയിലെ ക്രമക്കേടുകൾ തടയണമെന്നും അദ്ദേഹം പറഞ്ഞു. ഡിജിറ്റൽ കുറ്റകൃത്യങ്ങൾ വ്യാപിക്കുന്നതിനാൽ അതിനനുസൃതമായി സാങ്കേതിക വിദ്യകൾ രൂപപ്പെടുത്തുകയും ശക്തിപ്പെടുത്തുകയും വേണമെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. TCSൽ നിന്ന് ജോലി ഉപേക്ഷിക്കുന്ന ജീവനക്കാരുടെ എണ്ണത്തിൽ ഗണ്യമായ വർധന. 13% TCSലെ കൊഴിഞ്ഞുപോകൽ നിരക്ക്. ഒന്നാം പാദത്തിലും രണ്ടാം പാദത്തിലും കൂടുതൽ ജീവനക്കാരെ നിയമിച്ച TCS മൂന്നാം പാദത്തിൽ 5370 ജീവനക്കാരുടെ മൊത്തം ഇടിവ് റിപ്പോർട്ട് ചെയ്തു. 2024 ഡിസംബർ 31 കണക്കനുസരിച്ച് കമ്പനിയുടെ മൊത്തം ജീവനക്കാരുടെ എണ്ണം 6,7354 കൊഴിഞ്ഞുപോകൽ നിരക്ക് 13%. സെപ്റ്റംബർ പാദത്തിൽ IT സേവന കമ്പനി 5726 ജീവനക്കാരെയും ഒന്നാം പാദത്തിൽ 5452 ജീവനക്കാരെയും കൂട്ടിച്ചേർത്തു. നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പാദത്തിലും രണ്ടാം പാദത്തിലുമായി 11,000 ട്രെയിനികളെയാണ് കമ്പനി നിയമിച്ചത്. മൂന്നാം പാദത്തിൽ കമ്പനി 25,000-ലധികം ജീവനക്കാർക്ക് സ്ഥാനക്കയറ്റം നൽകി. ഇതോടെ ഈ സാമ്പത്തിക വർഷത്തിലെ ആകെ സ്ഥാനക്കയറ്റം 1,10,000-ലധികമായി. ഈ സാമ്പത്തിക വർഷത്തിൽ ക്യാമ്പസ് റിക്രൂട്ട്മെന്റിലൂടെ കമ്പനി 40,000 പേരെ നിയമിക്കാനുള്ള പാതയിലാണെന്നും അടുത്ത അവസാന വർഷത്തിൽ കൂടുതൽ ക്യാമ്പസ് നിയമനങ്ങൾ നടത്തുമെന്നും ചീഫ് HR ഓഫീസർ മിലിൻ ലക്കാത്ത് പറഞ്ഞു.
ജീവനക്കാരുടെ കൊഴിഞ്ഞുപോക്ക് അവരുടെ മാത്രം തീരുമാനമാണെന്നും മുന്നോട്ടു പോകുമ്പോൾ ത്രൈമാസ കൊഴിഞ്ഞുപോക്കിൽ കുറവുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ജീവനക്കാരുടെ നൈപുണ്യ വികസനത്തിലും മൊത്തത്തിലുള്ള ക്ഷേമത്തിലും കമ്പനി നിക്ഷേപം തുടരുമെന്ന് അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ബ്ലിങ്കിറ്റ് ഇലക്ട്രോണിക്സ് പോർട്ട്ഫോളിയോ വികസിപ്പിക്കുന്നു. 10 മിനിറ്റിനുള്ളിൽ ലാപ്ടോപ്പുകൾ, മോണിറ്ററുകൾ, പ്രിന്ററുകൾ എന്നിവ വിതരണം ചെയ്യും. സൊമാറ്റോയുടെ ഉടമസ്ഥതയിലുള്ള ക്വിക്ക് കൊമേഴ്സ് പ്ലാറ്റ്ഫോമായ ബ്ലിങ്കിറ്റ് ലാപ്ടോപ്പുകൾ, മോണിറ്ററുകൾ, പ്രിന്ററുകൾ തുടങ്ങിയ ഉയർന്ന മൂല്യമുള്ള ഇനങ്ങളും 10 മിനിറ്റിനുള്ളിൽ വിതരണം ചെയ്യും. ഈ നീക്കം ഫ്ലിപ്കാർട്ട്, മിനിറ്റ്സ്, ബിഗ് ബാസ്ക്കറ്റിന്റെ BB Now തുടങ്ങിയ എതിരാളികൾക്കൊപ്പം ബ്ലിങ്കിറ്റിനെയും ചേർക്കുന്നു. ഫാഷൻ, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, വീട്ടുപകരണങ്ങൾ എന്നിവ കൂടാതെ ഇലക്ട്രോണിക്സ് വിഭാഗങ്ങളിലേക്കും ബ്ലിങ്കിറ്റ് കടക്കുകയാണ്. ബ്ലിങ്കിറ്റ് ഗുരുഗ്രാമിൽ 10 മിനിറ്റ് ആംബുലൻസ് സേവനം ജനുവരി 2 ആരംഭിച്ചിരുന്നു. അടിയന്തര മെഡിക്കൽ സാഹചര്യങ്ങളിൽ 10 മിനിറ്റിനുള്ളിൽ ആംബുലൻസ് സേവനം ലഭിക്കും. മോർഗൻ സ്റ്റാൻലി റിപ്പോർട്ട് അനുസരിച്ച് 2030 ഇന്ത്യയുടെ ദ്രുത വാണിജ്യ വിപണി $42 മുതൽ $55 ബില്യൺ വളരുമെന്ന് പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ വർഷത്തെ ദീപാവലിയുടെ ഉത്സവ സീസൺ ദ്രുത വാണിജ്യ പ്രവർത്തനങ്ങളിൽ ശ്രദ്ധേയമായ കുതിപ്പ് രേഖപ്പെടുത്തി. ഏകദേശം $1.2 ബില്യൺ വിൽപ്പന നേടി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.